പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. പുള്ളി യൂറോപ്പിൽ വെച്ച് ഉപയോഗിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാപ്പുണ്ട് ഇവിടെ കണ്ടില്ല. ആശ എന്ന് പറഞ്ഞൊരു അതായത് 16 ഇയർ ഓൾഡ് പുള്ളിക്കാരത്തി 16ാമത്തെ വയസ്സിലാണ് ശരിക്കും ഇൻചാർജ് ഇല്ല ഓരോരുത്തർക്ക് ഡ്യൂട്ടി ഉള്ളു. ആ ഈ കത്ത് കൈമാറ്റ നിയമത്തേക്ക് ആ ഒരു ഡ്യൂട്ടി ഇൻചാർജ് മാറും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാന്നാട്ടോ പറഞ്ഞേ. ഓക്കെ, ഞങ്ങളിത് ഇന്ന് കറങ്ങിറങ്ങുന്നത് വിക്ടോറിയ മെമ്മോറിയൽ അല്ലേ, കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബൈക്കൊന്നും ഇല്ലാണ്ടാട്ടോ വന്നേക്കണേ. നമ്മൾ അത്യാവശ്യം അവിടെ നിന്നൊരു ടാക്സിയൊക്കെ വിളിച്ച് ഇവിടം വരെ എത്തി. നമ്മുടെ കൂടെ 2 പേരുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം എയർഫീൽഡ് പോയപ്പോൾ തന്നെ നമുക്ക് ഇത്ര ദിവസം പിടിയൊന്നുമില്ലായിരുന്നു. ഇന്നാണ് പുള്ളി ഇവിടെ വന്നത്. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ജസ്റ്റ് മാസ്ക് ഇതാട്ടോ നമ്മൾ നേരത്തെ ലിജോ ചേട്ടാ കേട്ടോ, നമ്മുടെ തൊഴിൽക്കാരൻ തന്നെ ആട്ടോ പുള്ളി അവിടെ നിന്ന് DO ഒക്കെ ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഒരു കിടലൻ റൈഡറാട്ടോ. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യണം, പിന്നെ പോയി ഫുള്ളായിട്ട് ഇറങ്ങണം. ഇപ്പൊ പുള്ളി വേറെ പ്ലാനിങ്ങില്ല. പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ പുള്ളി ഒരു ഹെവി ട്രിപ്പിൽ ഇറങ്ങുന്നുണ്ട്. അതെ, നമ്മളിവിടെ കൊൽക്കത്തയിലെ സ്റ്റേയും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തതെന്ന് ചേട്ടാ കേട്ടോ. ചേട്ടാ ഇനി ഇവിടെയുള്ള ഇനി പോകാനുള്ള കുറച്ച് ഹിഡൻ ലൊക്കേഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് കുറെ ഇവിടെ കാണേണ്ട സ്ഥലങ്ങളെല്ലാം പുള്ളി ഇന്നുകൊണ്ട് നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടായി എന്നെ പരിചയപ്പെടാൻ. ചേട്ടായി ലിജോ ചേട്ടാ തൊടുക എവിടെ? ഉടുമന്നൂരല്ലേ. ഇതാണ് ചേട്ടൻ്റെ വൈഫ് ആട്ടെ. പുള്ളിക്കാരുടെ പേര് റിങ്കു. പുള്ളിക്കാരത്തെ വെസ്റ്റ് ബംഗാൾ തന്നെ അല്ലേ. ചേട്ടാ ഇപ്പൊ എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 3 കൊല്ലമായല്ലേ. അതിന് മുമ്പ് ഇവിടെ ഫുള്ളായിട്ട് മൊത്തം കറങ്ങിക്കൊണ്ട് ഇന്ത്യ ഫുള്ളും കറങ്ങി ജോലി ചെയ്തിട്ടുണ്ടോ പുള്ളി. ഇനിയിപ്പോ ഇവിടുന്ന് പയ്യെ ഈ വീടിന്റെ ലൊക്കേഷൻ വിടുവല്ലേ? ഇനി ഇവിടുന്ന് പയ്യുന്ന കൊൽക്കത്ത വിടുവല്ലേ ഇവിടുന്ന്? വർക്കിംഗ് പറഞ്ഞു. എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? ഇപ്പം 6 മാസമായല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പയ്യ അകത്തോട്ട് ഇരുപ്പാം. ഓക്കെ, അപ്പം നമ്മളിതേ ഈ ഒരു വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുവാണ്. ഇങ്ങോട്ട് എൻ്റർ ചെയ്യാനുള്ള പാസ് എത്ര രൂപ? 30 രൂപ റേറ്റ്. 30 രൂപ ഉള്ളൂ അല്ലേ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ ഗാർഡനാണ്. അങ്ങ് എത്ര വരെ ഗാർഡനാണല്ലേ. ഈ സൈഡിലോട്ടുണ്ട് ഇതുണ്ടല്ലോ. ഈ ഒരു ഏരിയയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡൻ. അതായത് അന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു കിടിലൻ ഗാർഡൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെമ്മോറിയൽ ബിൽഡിംഗ് പറഞ്ഞെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ശരിക്കും 1901 വിക്ടോറിയ രാജ്ഞി മരിച്ചു പോകുന്നത്. അതായത് ദേ കാണുന്ന രാജകുമാരി ഇവിടുന്ന് കയറി വരുമ്പോൾ പുള്ളിക്കാരത്തിൽ ഒരു പ്രതിമയാണ് ദേ ഇരിക്കുന്ന ഫ്രണ്ടിൽ കാണുന്നത്. പുള്ളിക്കാരത്തി 1901 മരിച്ചേ. അതിനുശേഷം ലോർഡ് കേഴ്സൺ അല്ല ഇങ്ങനെ ഒരു മെമ്മോറിയൽ പുള്ളിക്കാരത്തിൽ വലിയ പണിയാണെന്ന് മുൻകൈ എടുത്തേ. അതിനുശേഷം ഇതൊരു മാർബിൾ തീർത്ത് ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ. അതായത് കൊൽക്കത്തയിലല്ലേ. ഇതിന്റെ ശരിക്കും പണി തുടങ്ങുന്നത് എന്നാണ്? 1906 തുടങ്ങിയിട്ട് 1921 ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി ഇവിടെ തുറന്നു കൊടുക്കണേ. 1921 അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തത് ശരിക്കും. പിന്നെ 1947 എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടി അഡീഷൻസ് ആഡ് ചെയ്ത് ഒന്നുകൂടെ പുതുക്കിയെടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഈ ഒരു ബിൽഡിംഗ് ശരിക്കും ലോകത്തിൽ തന്നെ ഒരു റോയൽ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മോണുമെന്റ് എന്നാണ് ശരിക്കും കിടക്കണത് അല്ലേ. ഇതാണ് പുള്ളിക്കാരത്തി അല്ലേ. ഇതാണ് ശരിക്കും ക്യൂൻ വിക്ടോറിയ. അത് നമ്മൾ ഗൂഗിളിലോ വിക്കിപീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ഫ്രണ്ടിൽ നിന്ന് ഇതുണ്ടല്ലേ, ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഗാർഡൻ കഴിഞ്ഞിട്ട് നേരെ പുള്ളിക്കാരത്തിയുടെ ഒരു പ്രതിമയാണ് ശരിക്കും നമ്മൾ വെൽക്കം ചെയ്യണം അല്ലേ. അതേപോലെ ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മേളിൽ കാണുന്നുണ്ടോ അത് ഒരു മേളിൽ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ. ആ ഒരു ഏഞ്ചൽ ഓഫ് വിക്ടറി. ഏഞ്ചൽ ഓഫ് വിക്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആ ഫ്ലൈ ഓവർ കയറുമ്പോൾ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഫുള്ളായിട്ട് വ്യൂ കാണാനൊക്കെ പറ്റും. അതായത് മുകളിലെ സ്റ്റാച്ചു പൊങ്ങിയിരിക്കണം കാണാൻ പറ്റുമല്ലോ. ശരിക്കും ഈ ഒരു അന്ന് ആ ഒരു കാലഘട്ടത്തിൽ 1906 ഈ ഒരു ബിൽഡിംഗ് പണിയാൻ ശരിക്കും എത്ര രൂപ മുടക്ക്? 1 കോടി മേളിൽ മുടക്കുണ്ടായിരുന്നല്ലോ. 1,05,00,000. അപ്പോൾ ഇന്നത്തെ ഒരു തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ തുക ആയിരിക്കും അല്ലേ. മറ്റൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലോർഡ് കേഴ്സൺ ഇങ്ങനെ ഒരു ബിൽഡിംഗ്, ഇങ്ങനെ ഒരു മെമ്മോറിയൽ ഇവിടെ പണിയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ആര് കൽക്കത്തയ്ക്ക് വന്നാലും ഇതുപോലത്തെ ഒരു ചരിത്രം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അതെ, അവർക്ക് ഇതിൻ്റെ നമ്മുടെ ഇങ്ങനെ ഒരു പാസ്റ്റ്, ഇങ്ങനെ ഇവിടെ ഇത്ര വലിയ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തെളിയിക്കാൻ, അതായത് അവർക്കൊരു ഓർമ്മ കൊടുക്കാൻ വേണ്ടി അതിനുവേണ്ടി പണിതിട്ട ഒരു സംഭവമാണ് ഈ കാണുന്ന ഈ ഒരു ശരിക്കും ഒരു മെമ്മോറിയൽ അല്ലേ. ഇത് ശരിക്കും ഫുള്ള് മാർബിളാല്ലേ. കിട്ടില്ല മാർബിൾ. അത് പറഞ്ഞാൽ മാർബിളിൽ തീർത്ത ഏറ്റവും വലിയ കെട്ടിടമാണ് ഇവിടുത്തെ. ഇതിൻ്റെ മുകളിലായിട്ട് കുറേ കണ്ടില്ല ഇങ്ങനത്തെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അദ്ദേഹം മുകളിലൊക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ മുകളിൽ കാണുന്ന നമ്മുടെ ഏഞ്ചൽ ഓഫ് വിക്ടറി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗും കൊടുത്തിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആണല്ലോ ഇത്. ഇന്ത്യൻ ഗവൺമെൻറ് കൈവശമല്ല ഇപ്പോൾ ഇരിക്കണേ. ഇതിനകത്ത് ആ ഒരു പാസ്റ്റ് കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങളും ഇതേ ഇരിക്കുന്നത് 2 പീരങ്കിയൊക്കെ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല ശരിക്കും. ക്യാമറ അലൗഡ് എനിക്ക് നമ്മൾ പോകുന്നത്. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇങ്ങനെ ഒരു മ്യൂസിയം പോലത്തെ സ്ഥലത്ത് വന്നിട്ട് ക്യാമറ എടുക്കാന്ന് പറയുന്നത്. ബാക്കിയുള്ള അടുത്തെല്ലാം ഗോപ്രോ എടുത്ത് വെച്ചോ, നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വീഡിയോ എടുക്കാന്ന് പറയണേ.
നമ്മുടെ അകത്ത് വല്ല ആയുധങ്ങളുണ്ടോ? ഇതില്ല. അവിടെ പിച്ചാത്തി എടുത്തിട്ടില്ലോ? പിച്ചാത്തി എടുത്തില്ല. ഓ കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ അകത്തോട്ട് നേരെ കയറിയിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മറ്റേ ആ മാർബിൾ തീർത്തതിൻ്റെ ഒരു കിടിലൻ ലുക്കാട്ടോ. അത് തന്നെ പൊളിയാണ്. ഇത് കണ്ടില്ലേ? പിന്നെ ഈ ഒരു റൂമിലോട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ കാണാൻ നമ്മൾ കണ്ടില്ലേ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ലേ കാണണേ? അതെ. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. പുള്ളി യൂറോപ്പിൽ വെച്ച് ഉപയോഗിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാപ്പുണ്ട് ഇവിടെ. കണ്ടില്ലേ? There was Netaji seen wearing this cap. Netaji wore this cap during exile in Europe. കണ്ടില്ലേ? യൂറോപ്പിൽ വെച്ച് പുള്ളിക്കാരത്തെ മരിക്കുന്നതിന് മുമ്പ് ക്യാപ്പാണത്. ഈ കാണുന്ന കേട്ടോ തൊപ്പി പുള്ളിയുടെ. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ വെച്ചെന്തൊരു ഇത് കൊടുത്തിട്ടുണ്ട് പേപ്പറിൽ. ഇവിടെ എന്താ നോട്ടൊക്കെ ഉണ്ട്. എന്താണ് ഇത്? പുള്ളിയുടെ മറ്റേ ബാഡ്ജുകളാണ്. ഓൾ ഇന്ത്യ കമ്മിറ്റി സ്വരാജ് ഭവൻ അലഹബാദ്. ഇതെന്താണ്? പിന്നെ മറ്റേ നമ്മുടെ ഈ ഇത് വരില്ലടാ ഇവിടെ. IN ഷോൾഡർ. INL മറ്റേ ഇവിടെ ഷോൾഡറിലുണ്ടാകുന്ന ബാഡ്ജിലാണ്. നമ്മുടെ മറ്റേ ദിലീപിൻ്റെ ഒരു പടയിലടാ ILP എന്നല്ല അതിനകത്ത് കാണിക്കുന്നത്. അവരാ സംഘടനയുടെ അങ്ങനത്തെ ആ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ ഒരു സംഘടനയുടെ ഷോൾഡറിലുണ്ടാകുന്ന ബാഡ്ജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പോസ്റ്റ് കാർഡ് ലെറ്റേഴ്സൊക്കെ കോളേജിൽ ഉണ്ടാകും. പുള്ളിയാണ് എഴുതി വിട്ടല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതാജിയുടെ കുറച്ച് മെമ്മോറിയൽസ് അല്ല ഈ ഏരിയയിൽ ഇരിക്കണേ. ഇവിടെ പല സാധനമുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഇവിടെയായിട്ട് INL നമ്മുടെ സോൾജേഴ്സൊക്കെ വെച്ചുകൊണ്ടിരുന്ന കുറച്ച് കണ്ണാടി സൺഗ്ലാസ് ഒക്കെ ഇവിടെ ഏവിയേറ്റർ ക്ലാസ്സസ് ആണ്. റേബാൻ്റെ ചാത്തനാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ കാലത്തുള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഹിസ്റ്ററി റിലേറ്റഡ് ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോയാലോ? റൈറ്റിലോട്ട് പോവാം. ഇങ്ങോട്ട് എന്താണല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞ് വിക്ടോറിയ പാലസിൻ്റെ മിനിയേച്ചർ അല്ലേ കാണുന്നത്? എൻഫീൽഡ് ഗൺ. ഇത് വേൾഡ് വാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേൾഡ് വാർ 1 യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗണ്ണാണ് ഈ കാണുന്നത് അല്ലേ? 1865 ഇടയ്ക്കല്ലേ കിട്ടും നോക്കാം അല്ലേ? ഈ സാധനം കിട്ടുമെന്ന് പൊട്ടിച്ചോക്കാം. പിന്നെ ഇവിടെയുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ ആ ഒരു കാലഘട്ടത്തിൽ ഇതുണ്ട്. ഇത് താജ്മഹലല്ലേ? അതെല്ലോ താജ്മഹലുണ്ട്. പിന്നെ ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസ്, കുറേ മോണുമെന്റ്സിൻ്റെ അല്ലേ? പിന്നെ അവിടെ മെയിനായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഈ ക്യൂൻ മെമ്മോറിയലിൻ്റെ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഒരു മിനിയേച്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒറിജിനൽ മോഡൽ ബൈ W. ഇവിടെ ഒരു വലിയൊരു പടം പണ്ട് ഇതിന് മുമ്പ് വെച്ചെടുത്താൽ കണ്ടടാ. പണ്ട് കാലത്ത് ആനയിലൊക്കെ വരുന്നവർ. അത് അന്നത്തെ കാലത്തല്ലേ? ഭയങ്കര വലിയൊരു ഫോട്ടോ കേട്ടോ. ഈ ഒരു പിച്ച് നിറഞ്ഞു നിൽക്കുവാണ്. ഈ ഏരിയയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ ആ ഒരു വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഒരു മിനിയേച്ചറും കാര്യങ്ങളും, പിന്നെ ഇവിടെ ഒരു കപ്പലിൻ്റെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആയിട്ടും കാണാനായിട്ടല്ലേ. നമുക്ക് അപ്പുറത്തെ ആ ഒരു സൈഡിലോട്ട് പോയി നോക്കാം. പിന്നെ അകത്തോട്ടം ഉണ്ടല്ലേ? ഇതിൻ്റെ അകത്തോട്ട് എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയല്ല. കുറച്ച് നേതാജിയുടെ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ പണ്ടത്തെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും മാത്രം അവിടെ കാണിക്കുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ തോന്നിയില്ല. അവിടെ കണ്ട പോലത്തെ തൊപ്പിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അവിടെ ഒരു മിനിയേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നമുക്ക് അകത്തോട്ടം ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹൈറ്റ്. ഇവിടെയാണ് മെയിൻ. ഹൈറ്റല്ലേ ഇത്? ഭയങ്കര ഹൈറ്റ്. അത് ഈ മുകളിലായിട്ട് ഫുള്ള് ഒരു സ്റ്റാറൊക്കെ കാണാൻ പറ്റുന്നില്ല. ആ മുകളിൽ ആ ഏഞ്ചലിൻ്റെ തൊട്ട് താഴായിട്ട് വരും ആ ഒരു ഭാഗമല്ലേ? സ്റ്റാച്യു ഓഫ് ഏഞ്ചലിൻ്റെ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫുൾ ഭിത്തിയിലും ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് അല്ല. ഇതൊരു പൊളി വ്യൂ ഉള്ള സ്ഥലമാണ് എന്തായാലും. കൊള്ളാം. ഇതിലെ മുകളിലോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ടല്ലേ? ഇപ്പം അങ്ങോട്ട് എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. എൻട്രി അടച്ചു വെച്ചാൽ ഇവിടെ വന്ന് നോക്കി ഇതെവിടെ അങ്ങ് മുകളിൽ കയറി നിൽക്കാൻ പറ്റും അല്ലേ? ഇവിടേക്ക് നിന്ന് ഫോട്ടോസെല്ലാം അവിടേക്ക് നിന്ന് എടുക്കുവാണെങ്കിൽ ഭയങ്കര രസമല്ലേ ഇവിടെ കാണാനായിട്ട്. മുകളിൽ ഇതിങ്ങനെ കറങ്ങി പോകുന്നല്ലേ മൂന്ന് വരെ? അവിടെ കയറി പോകും. അവിടെ കയറിയുള്ള കിടലായിരുന്നല്ലേ? ഒടുക്കത്തെ വ്യൂ ആയിരുന്നു അവിടെ കയറി. അടച്ചു വെച്ചു എന്താണെന്ന് അറിയില്ല അല്ലേ? എന്തെങ്കിലും വിഷയം കാണുമായിരിക്കും അവിടെ. ഇതവിടെ നിന്ന് നേതാജിയുടെ ഒന്നൊരു ജാക്കറ്റ് കിടപ്പുണ്ടല്ലോ. നേതാജിയാണത്. നോക്കട്ടെ. അപ്പോൾ ഇത് INL ഉണ്ടായിരുന്നൊരു
കേണൽ ഗുർബാക്ഷ് സിംഗ് ദിലോൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ INL ഉള്ള ഒരു ജാക്കറ്റും പാൻറ്റും ബൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഈ രീതിയിൽ കൊടുത്തേക്കുന്നല്ലേ. അപ്പോൾ ഈ കാണുന്നത് ആശ എന്ന് പറഞ്ഞൊരു അതായത് 16 ഇയർ ഓൾഡ് പുള്ളിക്കാരത്തി 16ാമത്തെ വയസ്സിലാണ് ശരിക്കും റാണി ഝാൻസി റെജിമെൻറ്റ് ജോയിൻ ചെയ്തത്. അതായത് നേതാജിയിലെ ഇൻസ്പയർഡ് ആയിട്ട് ആ റെജിമെൻറ്റ് ജോയിൻ ചെയ്തു. ആ ഒരു പുള്ളിക്കാരത്തിയുടെ ജാക്കറ്റും പാൻറ്റും പിന്നെ ആ ഒരു ക്യാപ്പൂടെ ഉള്ളത്. ഇവിടെ വേറെ കണ്ണാടി. ആ ഒരു കാലഘട്ടത്തിൽ 100 രൂപ നോട്ട് എന്ത് അപ്പം കാണിച്ചിട്ട് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപ നോട്ട്, 5 രൂപയുടെ നോട്ട്, 1 സെൻറ്റ്. പിന്നെ ഇത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പിച്ചാത്തിയെ കാണാനല്ലോ. ഒരു കത്തിയുണ്ട്, ഒരു വാളുണ്ട്. ഈ കാണുന്നൊരു വാളൊക്കെ നമുക്ക് ബർമയിൽ വെച്ച് നമ്മുടെ നേതാജി ഗിഫ്റ്റ് കൊടുത്താണ്. അതായത് പുള്ളിക്കാരൻ്റെ ഹോമറായിട്ട്, അതായത് പുള്ളിക്കാരൻ്റെ സ്ട്രഗിള് ഇന്ത്യനെ ഫ്രീ ചെയ്യാനായിട്ടുള്ള സ്ട്രഗിളിനൊക്കെ വേണ്ടിയിട്ട് പുള്ളിക്കാരനൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു വാളാണ് കാണാം. ഇതിപ്പോൾ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ടൊബാക്കോ പൈപ്പ്സ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. കൊള്ളാലോ, നല്ല പുകച്ച വലിയെന്ന്. ഈ ഒരു സംഭവത്തിൻ്റെ അകത്തേക്ക് മറ്റേ നമ്മുടെ ടൊബാക്കോ ഒക്കെ കുത്തി നിറച്ച് അതിൻ്റെ മുകളിൽ തീ കൊടുത്ത് അങ്ങനെയാണ് ഇത് പണ്ട് വലിച്ചുകൊണ്ടിരുന്നത്. ഇതെന്താണ് ഈ കാണാൻ? ലൈറ്ററാണോ? ലൈറ്റർ എന്തോ കട്ട് ചെയ്യുന്ന സാധനം തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകാട്ടോ. പുള്ളി ഫോട്ടോയാണല്ലോ, പുള്ളി ട്രെയിനിങ് നടക്കുന്നു. സല്യൂട്ടൊക്കെ കൊടുത്ത് പ്ലെയിനിൽ ഇറങ്ങുന്ന കിട്ടില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറച്ച് സ്റ്റൈലല്ലേ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി ഓടി ചെന്നിട്ട് ഒരു മുകളിലേക്ക് കയറാനുള്ള സ്ഥലമുണ്ട്, കയറി പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മൾ ഓടി വന്നാട്ടോ. അപ്പോൾ നമ്മളവിടെ കയറ്റി വിടുന്നില്ലായിരുന്നു. പിന്നെ ചേട്ടൻ്റെ വൈഫ് മുകളിലുണ്ട്, അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നാൽ അകത്തേക്ക് പൊക്കോളാന്ന് പറഞ്ഞു. വാ ചേട്ടാ കയറി പോരാ. ഇവിടുന്ന് അടിപൊളി കേട്ടോ, കിട്ടില്ല വ്യൂ കേട്ടോ. ഇവിടെ നമ്മളോടത്ത് മുകളിൽ കയറാൻ പറ്റില്ല, പഴയ സംഭവങ്ങളായതുകൊണ്ട് കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട്. ഇവിടെ നിന്നൊരു കിടിലൻ വ്യൂ ഉണ്ടല്ലോ, വൈഡായിട്ട് അങ്ങ് എത്താൻ റോഡ് വരെ കാണാൻ പറ്റും. നമ്മൾ വന്ന വഴിയല്ലേ. ഇതാണ് അതിൻ്റെ ഒരു ബാക്കി വശം. അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ബാക്കിൽ നിന്നുള്ളൊരു ആ കിടിലം വ്യൂ. ഇവിടുന്ന് ഇതായാലും ശരിക്കും ആ മേളിൽ കണ്ട ഒരു ഏഞ്ചലിന്റെ ഫ്രണ്ട് വശല്ലേ. ഇവിടെ നമ്മൾ ആ മുന്നിൽ കണ്ട പോലത്തെ കുറെ പ്രതിമയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആ ലോർഡ് കേഴ്സന്റെ അല്ലേ, ലോർഡ് കേഴ്സന്റെ ഒരു സ്റ്റാച്ചു എവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് വശത്തായിട്ട്. പിന്നെ നമുക്ക് ആ ബാക്കിൽ നമ്മൾ 2-3 സ്റ്റാച്ചു പറഞ്ഞത്, പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അവിടെ കാണാനായിട്ട് സാധിക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ടിലോട്ട് വന്നത്. ഇവിടുന്ന് ഇതുപോലെ തന്നെ അങ്ങോട്ട് ഒരു വൈഡ് ആയിട്ടുള്ള വ്യൂ ആണല്ലേ അങ്ങനത്തെ വരെ. 2 വശം ഫുള്ളായിട്ട് ഗാർഡൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പുറത്തോട്ട് വന്നു. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ നിന്നുള്ള പുറകിൽ നിന്നുള്ളൊരു വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഇവിടെ നിന്ന് കാണാനല്ലേ. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം അടിപൊളിയാണ്. ഫ്രണ്ടും ബാക്ക് ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും. ആ ഫ്രണ്ടിൽ കുറച്ചുകൂടി ആർച്ചുകൾ കൂടുതലുണ്ടല്ലോ. പിന്നെ വിക്ടോറിയ രാജ്ഞിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ ഇത് ബാക്കിൽ ആ ലോർഡ് കേഴ്സന്റെ സ്റ്റാച്ചു നിങ്ങളെ കാണാം. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ഓരോ പ്രതിമയ്ക്കും ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ സ്റ്റാച്യൂസിന്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഞങ്ങോട്ട് അടുത്ത പോലെ മില്ലേനിയം പാർക്കില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹൗറ ബ്രിഡ്ജിലോട്ട് പോകണം അല്ലേ. നമ്മൾ ബോട്ടിലാണ് ഹൗറ ബ്രിഡ്ജിലേക്ക് പോകണം. പൊളിയായിരിക്കും, ചെന്ന് നോക്കാം.